വീണ്ടും വിവാദ പരാമർശവുമായി RSS മേധാവി മോഹൻ ഭാഗവത് 75 വയസ്സായാൽ വിരമിക്കണമെന്നും മറ്റുള്ളവർക്ക് അവസരം നൽകണം എന്നുമാണ് മോഹൻ ഭാഗവതിന്റെ പരാമർശം. ഈ പ്രതികരണം ഏറ്റുപിടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെപ്റ്റംബറിൽ 75 വയസ്സ് തികയുകയാണ്. മോദി രാജിവെച്ച് വിരമിക്കുമോ എന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. നരേന്ദ്രമോദിക്ക് നേരത്തെ തന്നെ പ്രായപരിധിയിൽ ഇളവ് നൽകിയിരുന്നുവെന്നാണ് BJPയുടെ വിശദീകരണം. ആദിൽ പാലോടാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. ആദിൽ പാലോട് ചിരിച്ചു നിൽക്കുകയാണല്ലോ. ഈ പരാമർശം കേട്ട് ചിരിച്ചതാണോ? ഇത് BJPയെ സംബന്ധിച്ചിടത്തോളം അത്ര ചിരിക്കേണ്ട പരാമർശമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതാകെ കുടുങ്ങിയല്ലോ എന്നൊരു പ്രശ്നം ഉണ്ട് എന്നുള്ളതും സത്യമാണ്. പ്രതിപക്ഷം ആ വിധത്തിലുള്ളൊരു രാഷ്ട്രീയ ആയുധമാക്കി ഇതിനെ ഉപയോഗിക്കുന്നുമുണ്ട്. പ്രത്യേകിച്ച് RSSന്റെ സർസംഘ് ചാലക് മോഹൻ ഭാഗവത് തന്നെ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നു. 75 വയസ്സായാൽ വിരമിക്കണം, അതിനുശേഷം വരുന്ന ആളുകൾക്ക്, യുവാക്കൾക്ക് അവസരം നൽകണമെന്ന് നാഗ്പൂരിലെ പുസ്തക പ്രകാശന പരിപാടിയിലാണ് ഈ പരാമർശം നടത്തിയത്. മൊറോപത് പിംഗിൾ, ഈ RSSന്റെ സൈദ്ധാന്തികനായിരുന്ന ആളുടെ പ്രതികരണം കൂടി, പരാമർശം കൂടി ഉദ്ധരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ആരെങ്കിലും തങ്ങൾക്ക് 75 വയസ്സ് കഴിഞ്ഞ് ഷോൾ ഇട്ട് തരികയാണെങ്കിൽ അത് വിരമിക്കാനുള്ള സൂചനയാണ്. വിരമിക്കുക, അടുത്ത ആൾക്കത് സ്ഥാനം മാറിക്കൊടുക്കുക എന്നുള്ളതിന്റെ സൂചനയാണ് എന്നുകൂടി മോഹൻ ഭാഗവത് പറയുന്നു. ഈ പ്രതികരണം എടുത്തുയർത്തി പ്രതിപക്ഷം വലിയ രൂപത്തിൽ പ്രചരണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിക്ക് 2-3 മാസം കഴിയുമ്പോൾ 75 വയസ്സ് പൂർത്തിയാവുകയാണ്. 75 വയസ്സ് പൂർത്തിയാകുന്ന പ്രധാനമന്ത്രി ഈ RSS നേതാവിന്റെ പ്രതികരണം പോലെ തന്നെ, ആവശ്യം പോലെ തന്നെ രാജിവെച്ച് സ്ഥാനമൊഴിയുമോ എന്ന ചോദ്യമാണ്. ഔദ്യോഗിക പദവികളൊക്കെ ഒഴിയണമല്ലോ, അങ്ങനെ ഔദ്യോഗിക പദവി, പ്രധാനമന്ത്രി പദവി ഒഴിയുമോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ചോദിക്കുന്നത്. അപ്പോഴേക്കും BJPയുടെ മറുപടിയും എത്തുന്നുണ്ട്. BJP പറയുന്നതാകട്ടെ, നേരത്തെ തന്നെ മോദിക്ക് ഇക്കാര്യത്തിൽ ഒരു ഇളവ് നൽകിയിരുന്നതാണ്, അതുകൊണ്ട് തൽക്കാലം ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് BJPയും പറയുന്നു. സത്യത്തിൽ ആകെ BJPയുടെ ഉള്ളിൽ കുഴങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വലിയ ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ച് വയസ്സാണ് വിരമിക്കലിനുള്ള പ്രായപരിധി. എന്നാൽ അതിന് താഴെ ഒരു ചെറിയ ആസ്റ്ററിസ്ക് ഇട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് കണ്ടീഷൻ സപ്ലൈ. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പെടുമെന്ന് നമുക്ക് അങ്ങ് ഒടുവിൽ ചുരുക്കി പറയാം, അല്ലേ? കേരളത്തിൽ ആർക്ക് കിട്ടിയതുപോലെ, പിണറായി വിജയന് കിട്ടിയതുപോലെ കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കിട്ടും എന്ന് പ്രതീക്ഷിക്കാം, സുജയ് പറയുന്നത് പോലെ. ഓക്കെ, ശരി, താങ്ക് യു ആദിൽ പാലോട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഗംഭീരമാകട്ടെ. കൂടുതൽ വാർത്തകളുമായി അടുത്ത വാർത്തയുമായി വീണ്ടും വരൂ ആദിൽ.